ഇറാൻ യുദ്ധം വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. അതായത് വെടിനിർത്തൽ അവസാനിക്കാനായിട്ട് 3 ദിവസങ്ങൾ മാത്രം. അത് കഴിഞ്ഞാൽ എന്താകും? ലോകം ആകാംക്ഷയോടുകൂടി നോക്കുന്നുണ്ട്. വീണ്ടും യുദ്ധമാണോ? ട്രംപിന്റെ വാക്കുകൾ പലപ്പോഴും ഗുരുതര യുദ്ധത്തിലേക്കാണ് എന്നുള്ള സൂചനകൾ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആയിരിക്കുമോ? ട്രംപ് പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു തീരെ നിൽക്കില്ല, എന്നാലും വളർന്ന് പിടിച്ച് വലിയൊരു യുദ്ധം ആവാത്ത രൂപത്തിൽ തട്ടി ഇങ്ങനെ പോകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ യു എസിനെ സംബന്ധിച്ചൊരു ഫുൾ ഫ്ലെഡ്ജ് വാർ ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല അവർ. അവരുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. ആർമിയൊക്കെ അവർക്കുണ്ടാവും, പക്ഷേ എങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യാസം വന്നു. ആദ്യം പറഞ്ഞതിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യാസം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചും അവർക്കൊന്നും നീട്ടിക്കൊണ്ടു പോകാനായിട്ട് അവർക്കും ആഗ്രഹമില്ലല്ലോ. അവർക്ക് എക്സ്പോർട്ട് വഴി അവർക്ക് അവരുടെ ഇക്കോണമി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഓയിലാണ്. അപ്പം അതിനനുസൃതമായിട്ട് നീണ്ടുപോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇസ്രായേലും ലെബനനും തമ്മിലൊരു സീസ് ഫയർ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലുള്ളൊരു ഹിച്ച് ഹെസബുള്ള അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അവർക്ക് ഹെസബുള്ള ഉള്ള പോലെ തന്നെ അവർക്ക് IRGC ഉള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവരുടെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇറാൻ ഇറാഖ് വാർ നടക്കുന്ന കാലത്ത് തന്നെ ഇവർ ഷിപ്പുകൾ ആക്രമിക്കുന്നൊരു കാലം വന്നിരുന്നു. ഏത് ഷിപ്പ് വന്നാലും ആക്രമിക്കും, ആരുടെയും ഫ്ലാഗൊന്നും പ്രശ്നമല്ല എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്തും കാർഗോ ഐലൻഡിൽ നിന്ന് ഷിപ്പുകൾ ഓയിലെടുത്തിരുന്നു. അപ്പോൾ അതിലാകെ ഉണ്ടായിരുന്നതിൽ അന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഷിപ്പിംഗ് കമ്പനികൾക്കും കൂടുതൽ വേജസ് കൊടുക്കേണ്ടി വന്നിരുന്നു ആൾക്കാർക്ക്. ഡെയിലി ദിവസത്തിൽ $1,000 വരെ കൊടുത്ത ആൾക്കാർ ഒരു ഷിപ്പിലെ പ്രധാനപ്പെട്ട ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. അവിടെ സർവേയേഴ്സായിട്ട് പോകുന്ന ആൾക്കാർക്ക് $1,000 പെർ ഡേ ഹെലികോപ്റ്ററിൽ പോയി തിരിച്ചു വരുന്നത്. എന്നാൽ ഒരു ലൈഫ് റിസ്ക് ചെയ്തിട്ട് പോകുന്ന കാര്യം. അപ്പോൾ അന്നും ഓയിൽ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അങ്ങനെ കാര്യമായിട്ട് ഓയിൽ പ്രൈസൊന്നും അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല ആ കാലഘട്ടത്തിൽ. അത് എത്ര നാൾ നടന്നു? 9 കൊല്ലത്തോളം യുദ്ധം പോയി. ഇറാൻ ഇറാഖ് വാർ നീണ്ട കാലം വരുന്നത്. അപ്പോൾ ഒരു സ്വന്തം ഇക്കോണമിയെ തകരാറാക്കിക്കൊണ്ടുള്ള ഒരു യുദ്ധം ഇറാനും ആഗ്രഹിക്കില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കുറേ നേടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ നിർത്താൻ ഇപ്പോൾ ആകെയുള്ളത് ഈ ട്രംപിൻ്റെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആക്കിയിട്ട് കൊണ്ടു നടന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് എത്രത്തോളം സഫർ ചെയ്യുന്നുള്ള വേറെ കാര്യം. ഷിപ്പുകളിൽ ഭക്ഷണമില്ലാതെ വരിക, അതിനിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ച് 45 മിനിറ്റ് സംസാരിച്ചു എന്ന് പറയുന്നു. അതെന്താണെന്നുള്ളത് രണ്ടുപേരും ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിലും പലതും ഷിപ്പിൽ ആൾക്കാരുടെ ഭക്ഷണമായിരുന്നു എന്ന് വരെ കേൾക്കുന്നുണ്ട്. മോദിയോട് ആഹാരം ഇറക്കാൻ വിളിച്ചതാണ് ട്രംപ് എന്നൊരു ആക്ഷേപം എന്ന് തന്നെ കേൾക്കുന്നുണ്ട്. ആഹാരം എടുക്കാൻ ഏതായാലും ഇപ്പോൾ ആഹാരം കൊടുത്തു എന്നുള്ളത് സത്യമാണ്. നമ്മൾ ഗുജറാത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ബോട്ട്സ് പോയിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അവർക്ക്. അങ്ങനെ അധികം സമയമില്ല. ഈവൻ മിഡ്സിയിൽ വെച്ചിട്ട് നമ്മുടെ ഷിപ്പുകൾ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞത് അവർക്കൊരു 10 മണിക്കൂർ കൊണ്ട് സ്റ്റീമിങ് ടൈം 10 മണിക്കൂറാണ് അവിടുന്ന്. സൈറ്റ് ഹോർമോസിൽ നിന്ന് അറേബ്യൻ സീയിൽ എത്തിയാൽ പിന്നെ 10 മണിക്കൂറുണ്ട്. ഇവിടെ വന്നിട്ട് കഴിച്ചാലും മതിയില്ല. അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. വലിയ ഷിപ്പുകൾ, ആ പ്രധാനപ്പെട്ട 3 ഷിപ്പുകൾ, അവരെ മുൻ പ്രസിഡന്റുമാരായ ജെറാൾഡ് ഫോർഡിൻ്റെയും ബുഷിൻ്റെയും പിന്നെ എബ്രഹാം ലിങ്കൺ, ഈ 3 ഷിപ്പുകൾക്കും ടെക്നിക്കൽ തകരാറുകൾ വന്ന സമയത്ത് അവർക്ക് ഗ്രീസിൽ കൊണ്ടുപോയിട്ട് നന്നാക്കേണ്ടി വന്നിട്ടുണ്ട്, റിപ്പയറൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മെയിൻ എൻജിനാണ് വർക്ക് ചെയ്യുന്ന ന്യൂക്ലിയർ പവേർഡ് എന്ന് പറയുന്നത്. ബാക്കി അല്ലാത്ത പല ഹൈജീൻ, സാനിറ്ററി കാര്യങ്ങൾ, ഓപ്പറേഷൻസൊക്കെ നടക്കുന്നത് അല്ലാത്ത സാധാരണ സിസ്റ്റത്തിൽ കൂടിയാണ്. അപ്പോൾ അന്ന് അവർ ഷിപ്പിലുള്ള എൻജിനീയേഴ്സ് ആയിട്ട് നടക്കാൻ പറ്റാതെ വന്നപ്പോൾ ഗ്രീസിൽ പോയിട്ട് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അമേരിക്കയെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോകുന്ന ഒരു നഷ്ടക്കച്ചവടമാണ്. അത് ട്രംപ് കുറേയൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് കളയും, രാത്രി നേരം വിളിക്കുമ്പോൾ ഇറാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണികൾ കുറേ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചും പാകിസ്ഥാനിലേക്ക് വന്നിട്ട് അവരൊരു ചർച്ചയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലല്ലോ. ഇസ്രായേൽ വന്നില്ല,
പാകിസ്ഥാനിലേക്ക് വന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു മീഡിയേഷൻ ഏതായാലും ഇസ്രായേലും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ പാകിസ്ഥാന് ഒരു ഫെസിലിറ്റേറ്റർ എന്ന് മാത്രമാണ്, മീഡിയേറ്റേഴ്സ് അല്ല അവർ പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ഒരു സാധാരണ ഇപ്പോൾ ഒരു എന്താ പറയുക, ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി, ഈവൻറ്റ് മാനേജ്മെൻറ്റിന് അതിൽ എന്ത് പരിപാടി വേണമെന്ന് നിശ്ചയിക്കാൻ അയാൾക്ക് അധികാരമില്ലല്ലോ. ഗാനമേളയ്ക്ക് എത്ര പാട്ട് വേണമെന്നൊക്കെ എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ നിലയ്ക്കുള്ള റോള് പാകിസ്ഥാനുണ്ടായിട്ടുള്ളൂ. പാകിസ്ഥാൻ്റെ വാക്കുകളൊന്നും ഇൻ്റർനാഷണൽ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നതല്ല. അപ്പം അതുകൊണ്ട് യുദ്ധം വളരെ നീണ്ട് മോശമായ രൂപത്തിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ എന്തെങ്കിലും ഹിൻ്റ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലൈൻ ഇതായിരിക്കില്ല. വലിയൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉള്ള രൂപത്തിൽ പോകാൻ പാകത്തിന് ഇവിടുത്തെ പല അറേഞ്ച്മെൻറ്റ് വരും. നമുക്കൊക്കെ വാർണിങ്ങും എല്ലാം വരും ഈ കൺസംഷനെ സംബന്ധിച്ച്, എനർജി കൺസംഷനെ സംബന്ധിച്ച്. ആ നിലയ്ക്കുള്ളൊരു പാനിക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കാണുന്നുമില്ല. അവർക്ക് മിലിറ്ററി ഇൻ്റലിജൻസും അല്ലാത്തുള്ള ഇൻ്റലിജൻസും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കൊരു വലിയ യുദ്ധമായിട്ട് മാറിപ്പോകാനുള്ള സാധ്യത കാണുന്നില്ല, കുറവാണ്. പക്ഷേ ഈ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു അപ്പർ ഹാൻഡ് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അമേരിക്കയ്ക്കും ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ ഇറാൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുമല്ല. എന്നാൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യക്കോ ചൈനയ്ക്കോ റഷ്യയ്ക്കോ പോലും തന്നെ അവിടെ ഒരു അപ്പർ ഹാൻഡ് ഇതുവരെ ഇല്ല എന്നുള്ളത്. ഭീഷണി നിലനിൽക്കുന്ന, അരക്ഷിതമായ ഒരു അനാർക്കി നിലനിൽക്കുന്ന സ്ഥലം അത് തന്നെ. തീർച്ചയായിട്ടും ഭീഷണി നിലവിലുള്ള അനിശ്ചിതാവസ്ഥയുണ്ട്. അനാർക്കിയേക്കാളെ അനിശ്ചിതാവസ്ഥ എന്ന് പറയലായിരിക്കും ശരി. അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ഈ അനിശ്ചിതാവസ്ഥ തുടരുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ ഷിപ്പുകൾ കടന്നു വരുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരല്ലോ, വേറെ രാജ്യങ്ങൾക്കും ഓയിൽ വേണം. അപ്പോൾ ആ നിലയ്ക്കുമ്പോൾ ചൈനയ്ക്ക് ഇത് നാളെ വലിയൊരു ഇഷ്യൂ ആയിട്ട് വരും, സിംഗപ്പൂരിന് വരും, എല്ലാവർക്കും വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ കൂടുതൽ കൺട്രീസ്, ചൈനയോ ഇന്ത്യയോ അല്ലെങ്കിൽ റഷ്യയൊക്കെ ഈ അനിശ്ചിതാവസ്ഥ കൂടിക്കഴിഞ്ഞാൽ അതിലിടപെടുന്നൊരു സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ അത് മിക്കവാറും കൂട്ടായിട്ടുള്ള ഒരു നടപടിയാവാനാണ് സാധ്യത കാണുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് കുറവായിരിക്കും, റിസൾട്ട് കുറവായിരിക്കും. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ഏതായാലും ബ്രിക്സിൽ അംഗങ്ങളാണ് റഷ്യയും ചൈനയും ഭാരതവും. അപ്പോൾ ബ്രിക്സ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിലും അപ്പുറത്ത് ബ്രസീൽ കൂടി കിടക്കുന്നുണ്ട്, സൗത്ത് ആഫ്രിക്കയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ 3 രാജ്യങ്ങൾക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പലതും ചെയ്യാൻ കഴിയും. അതിൽ ഏറ്റവും വലിയ കാര്യം എന്നുള്ള ട്രംപിന് ഒരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വരുംവരായികൾ കാണിച്ചിട്ട്. അപ്പോൾ അതിൽ പക്ഷേ അത് ആദ്യം എത്രത്തോളം പോകുമെന്ന് നോക്കിയിട്ടാവാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. ഏതായാലും മുൻപ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇപ്പോൾ ഒരു കാര്യത്തിലിട്ടൊന്നും നീങ്ങില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് കൺട്രോൾ അല്ലാത്ത പ്രൈവറ്റ് ആർമികളാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളുണ്ട്. ഹെസ്ബുള്ള ആയാലും ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഈ IRGC ഇവരായാലും ഒരു ഗവൺമെൻറ്റിൻ്റെ അവരുടെ മേലൊരു കൺട്രോളില്ല. അതുകൊണ്ട് അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പറയാറില്ലേ, ഇപ്പോൾ നമ്മുടെ റോഡിലെ ഈ തെരുവ് ഗുണ്ടകളുടെ ഒരു സ്വഭാവമാണ് അവർക്കാകെ അവരെ പിടിക്കാൻ പറ്റുന്ന ആകെ പോലീസിന് മാത്രമേ ഉള്ളൂ. പോലീസ് പിടിച്ചാലല്ലേ അത് അവരെ കണ്ണ് തെറ്റിച്ച് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് റോഡിൽ പോകാനുള്ള വിധികൾ അവർക്കറിയാം. ഇതെല്ലാം ആയുധങ്ങളോടും കൂടി അവരൊരു കാലത്ത് ഇവർ തന്നെ ഇന്ന് സർക്കാരായിട്ടിരിക്കുന്നവർ തന്നെ വളർത്തിയെടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് നമുക്ക് പാകിസ്ഥാൻ പഞ്ചാബിലുണ്ടായിരുന്ന പോലെ തന്നെയാണത് ഖാലിസ്ഥാൻ വാദം. അതിനെ പരിപോഷിച്ച അങ്ങനെ നിലയ്ക്ക് ഇന്ദ്രൻപാല എന്ന ലീഡറെ വളർത്തിയെടുത്തത് ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി കൂടിയാണ്. അവസാനം അവർ കൊടുത്തിട്ട് ഭൂതത്തിന് അയച്ചിട്ട പോലെ പോയി, തിരിച്ച് കുപ്പിയിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. അവസാനം അവർക്ക് ജീവൻ കളയേണ്ടി വന്നു. അപ്പോൾ കാരണം എന്താ, അതിന് ശേഷം പിന്നീട് രാജീവ് ഗാന്ധി വന്ന സമയത്തും ചർച്ച നടത്തി സൈൻ ചെയ്തത് ലോകഗോപാലായിട്ടാണ്. ലോകഗോപാൽ എന്ന് പറഞ്ഞാൽ ഒരു ഈ തരത്തിലുള്ള ടെററിസ്റ്റ് ഫോഴ്സിനെ നയിക്കുന്ന ആളായിരുന്നില്ല അയാൾ. അപ്പോൾ അയാൾ താനും ഇന്ത്യ ഗവൺമെൻറ് തമ്മിൽ ഒപ്പിട്ട് ഞങ്ങൾക്കത് ബാധകമല്ലല്ലോ എന്നായിരിക്കും ടെററിസ്റ്റുകളുടെ ഭാഗത്ത്. അതേപോലത്തെ സിറ്റുവേഷനാണ് ഇതുള്ളത്. ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. അത് ഒരു മതപരമായിട്ടുള്ള ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നീങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു സർക്കാരിനെ അവർക്ക് അംഗീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് നിലനിൽക്കും.
പക്ഷേ ഈ അമേരിക്ക ഇതിൽ നിന്ന് പിന്മാറി പോവുകയും ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ട്രൂസ് നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരും ഇപ്പോഴത്തെ കാണിക്കുന്ന പരിപാടികൾ അവർ കാണിക്കില്ല. ഈ ടെററിസ്റ്റ് ഫോഴ്സസ്, 2 ടെററിസ്റ്റ് ഗ്രൂപ്പുകളും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവും. പിന്നെ ഇറാനിലെ ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ഞങ്ങളൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ജീവിക്കേണ്ട എന്നൊരു തോന്നൽ അവർക്കും വരണം. അതെ, ഇന്നിപ്പോൾ അവർക്കത് ആ സിവിലൈസ്ഡ് സൊസൈറ്റി ആണെന്നുള്ളൊരു ബോധം അവിടുത്തെ ഗവൺമെൻറ്റിന് വന്നിട്ടില്ല. അവരെല്ലാം മതത്തിൻ്റെ ചട്ടക്കൂടിൽ കൂടിയും മതത്തിൻ്റെ കണ്ണാടി കൂടിയും മാത്രം കാണുന്നതാണ്. അതിൽ നിന്ന് വ്യത്യാസം വരുത്തിയിട്ട് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നവരും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹിസ്ബുള്ളയും എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വഴി വരുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. തീർച്ചയായും. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ അത് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മറ്റ് 2 ചാനലുകളുണ്ട്, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുപോലെ C4N. ഈ 3 ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും അത് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.